അസ്സലാമു അലൈക്കും. എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സഹകരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പോൾ ഞങ്ങളുടെ അടിപൊളി റാവുത്തർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്നെ എടുക്ക് കണ്ടില്ലേ. ഇപ്പോൾ പാലെടുക്കാൻ വന്നതും വേഗം ബിരിയാണി ആദ്യം വെച്ച് ദമ്മിട്ടിട്ട് പാലെടുക്കാനൊക്കെ പോയിട്ടാ. ഇനി ഞങ്ങൾ ബിരിയാണി കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങളിതാ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ ഇന്നത്തെ ലൈവില് എൻ്റെ ലൈവ് കയറി കണ്ടോളൂ. അതിൽ ഈ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അറിയണമെങ്കിൽ കമന്റ് ഇട്ടോളൂ കേട്ടോ. ഇത് ഫുള്ള് പച്ച കച്ചമ്പറാലോ. അപ്പൊ ഞങ്ങളുടെ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. റാവുത്തർ ബിരിയാണി ഇത്തിരി വേവ് കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇറങ്ങും. ഞാൻ ഇത്തിരി എരിവ് കുറച്ചിട്ടാണ് വെച്ചത്. ശരിക്കും ഈ ബിരിയാണി കഴിക്കുമ്പോൾ അങ്ങനെ എരിഞ്ഞെരിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണി കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെ പാലെടുക്കൽ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിതാ പിന്നെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് നേരത്തെ തന്നെ തോട്ടത്തിൽ നിന്ന് പോയിരുന്നു കേട്ടോ. മദ്രസയ്ക്ക് ദഫ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോവുകയാണ് കേട്ടോ. പിന്നെ വൈകിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കാലിൽ വെരിക്കോസ് വെയിൻ്റെ ഒരു വേദനയൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഷായം, പിന്നെ അതുപോലെ തന്നെ ഒരു ലേപനം കാലിൽ പുരട്ടാൻ, അങ്ങനെയൊക്കെ കുറച്ച് പൊടികളൊക്കെ തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ട് 6 മണിക്ക് കുടിക്കേണ്ട കഷായമാണ്. അപ്പോൾ ആദ്യം തന്നെ അത് ഞാൻ റെഡിയാക്കുകയാണ്. ഒരു 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ വറ്റിച്ചെടുക്കുക. 1 ഗ്ലാസ് വൈകിട്ട് 6 മണിക്കും ബാക്കി 1 ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ 6 മണിക്കും കുടിക്കണം. അങ്ങനെ കഷായമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചതും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ചിരവ ഇപ്പോൾ പുതിയത് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള ചിരവ നിലത്തിരുന്ന ചിരവണതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കാലുവേദനയും തണ്ടൽ വേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ നിലത്തിരുന്ന് തീരെ ചിരവാനൊന്നും തീരെ വയ്യാട്ട. വളരെ ചെറിയൊരു ചിരവയായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കുറച്ച് ഉയരമുള്ള ചിരവ വേണം പറഞ്ഞ് ഇതുപോലത്തെ ഒന്ന് മേടിച്ചതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു നമുക്കിങ്ങനെ സ്ലാബിൽ വെച്ച് ചിരവണതുണ്ട്, അത് മേടിക്കാൻ നിന്നുകൊണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനത് വേണ്ട, എനിക്കിത് തന്നെ വേണം പറഞ്ഞ് അങ്ങനെ ഒരു വലിയൊരു ചിരവയൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോഴേക്കും എന്താ കഷായമൊക്കെ ഇവിടെ തിളച്ച് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതാ ചട്നിയൊക്കെ താളിക്കാൻ. സാധാരണക്കാർക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ചിട്ട് പാകം പോലെ നോക്കിയും കണ്ടും ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ ഒരു അറിയിപ്പും തന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ചട്ടിനി താളിക്കാൻ വേണ്ടി ഒരു കുറച്ച് നേരിയ രീതിയിലൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ കുപ്പി വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ കുറച്ച് ലാഭമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അത് നോക്കിയിട്ട് തന്നെ കേട്ടോ എടുത്തത്. എവിടെ ലാഭമുണ്ട് അവിടെ നമ്മളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിൽ ദഫ് പഠിച്ചിട്ട് അവൻ വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ പാല് മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ പാലുമായിട്ട് പിന്നെ അവൻ വന്നതാണ്. അപ്പോൾ അയാൻകുട്ടി ഇങ്ങനെ TV നോക്കി അവനൊരു സൈഡായിട്ടാ. അവൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഉച്ചക്ക ബിരിയാണിയൊക്കെ കഴിച്ചൊരു മയക്കമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം പെട്ടെന്ന് ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു പഞ്ഞിയപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചട്നിയൊക്കെ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നെത്തിയത് നല്ല വിശപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് വേഗം പെട്ടെന്ന് 2 ദോശ ഇട്ടിട്ട് കഴിക്കാൻ കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതാ എൻ്റെ കഷായമാണ്. അപ്പോൾ അത് ആദ്യം 1 ഗ്ലാസ് ഞാൻ 6 മണിക്ക് ഞാൻ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ 6 മണിക്ക് കുടിക്കേണ്ടത് ഇന്ന് കുറച്ച് സമയം വൈകി. കൃത്യം ഇഷ്ടത പറഞ്ഞാൽ അത് എനിക്ക് അധികം പറഞ്ഞിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. എന്ത് സമയം ഏത് സമയത്ത് ചെയ്യണം പറഞ്ഞാൽ അത് ചിലപ്പോൾ മറക്കും, ചിലപ്പോൾ എന്തെങ്കിലും പണിത്തിരക്കിലൊക്കെ പെട്ടുപോകും. ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാലെടുക്കൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നത് ഞാൻ നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്ന് ഞങ്ങളുടെ തലവേദനയൊക്കെ ആയിരുന്നു. അപ്പം ഒന്ന് വൈകുന്നേരത്ത് ദോശയാക്കാമെന്ന് വിചാരിച്ചു. വെള്ളപ്പത്തിൻ്റെ മാവാണ്. എൻ്റെ വെള്ളപ്പത്തിൻ്റെ ചട്ടിയൊക്കെ കേടായിപ്പോയി. അപ്പോൾ ഞാൻ ഇതുപോലെ ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഞാനിങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യും. ചട്നിയൊക്കെ ആദ്യം തന്നെ അരച്ച് വെച്ചു. അപ്പോൾ ചട്നി എന്താ പച്ച കളർ എന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ചട്നിയൊക്കെ അരച്ചത്. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ വെള്ള പഞ്ഞി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ചോറൊന്നും അധികം കഴിക്കാത്ത ഒരാളുണ്ട് കേട്ടോ ഇവിടെ. പലഹാരമാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ചൂട്ടോടെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട അവൻ്റെ കാര്യം. അവന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ചട്നിയാണ് കേട്ടോ ഇത്. പിന്നെ അടുത്ത പണി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണ് കേട്ടോ. കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കട്ടെ. ദോശ ചുടലും പാത്രം കഴുകലും കൂടെ രണ്ടും കൂടെ ചെയ്യാൻ കേട്ടോ. എത്ര കഴുകിയാലും തീരൂല. കഴുകലെന്നെ അല്ലേ. പാത്രം കഴുകൽ മത്സരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകളിലും വിളിച്ചാൽ നമുക്കൊക്കെ ഫസ്റ്റ് സമ്മാനം കിട്ടിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് എനിക്ക് വെരിക്കോസ് വെയിന് വേണ്ടിയിട്ടുള്ള കാലിൽ തേക്കുന്ന ഒരു ലേപനമാണ് കേട്ടോ, ഒരു പൊടി. അരി കഴുകിയ വെള്ളത്തിലാണ് തേക്കാൻ പറഞ്ഞത്. അപ്പോൾ അതില്ലെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ടും തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ആ പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ കാലിത വെരിക്കോസൊക്കെ വന്ന് എല്ലാം താഴ്ഭാഗത്ത് നരമ്പൊക്കെ ഒന്ന് ചുരുണ്ടുകൂടി ബ്ലഡൊക്കെ അങ്ങനെ ചീത്ത ബ്ലഡായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടി തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേറൊരു വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ഒരു പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ചെയ്യാണ്. അപ്പോൾ ഒരാഴ്ച അത് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ നമ്മൾക്ക് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അസുഖമുള്ളവർക്ക് പാലുൽപ്പന്നങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൈദ കഴിക്കാൻ പാടില്ല. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം. പിന്നെ വെണ്ടയ്ക്ക, വഴുതിരിങ്ങ ഇതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ ഡോക്ടർ പറഞ്ഞതാണ്. പിന്നെ ബീട്രൂട്ട് ജ്യൂസ്, കക്കിരിക്ക ജ്യൂസ് അതൊക്കെ ഇങ്ങനെ ഒന്നരാടം കുടിക്കണം. അതുപോലെ തന്നെ കറുകപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അതുപോലൊരു അട്ടനെയാണ് കേട്ടോ കാലിൽ കടുപ്പിച്ചിരിക്കുന്നത്. സംഭവം ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാനങ്ങനെ കടച്ചിട്ട് കിടന്നോട്ടെ. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അട്ട കാലിലിരുന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം കൂടെ വന്നിരുന്നു. അപ്പോൾ അവനാണ് ഇടയ്ക്ക് വന്നിട്ടൊക്കെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ 1 മണിക്കൂറോളം കിടക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഈ അട്ട വെക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു അട്ടയായിരുന്നു. അങ്ങനെ ബ്ലഡ് കുടിച്ചിട്ട് അതങ്ങനെ വീർത്ത് വലിയൊരു അട്ടയായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുമ്പോൾ എനിക്കൊരു അറപ്പും പേടിയും പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണോ റബ്ബേ എൻ്റെ കാലിലൊക്കെ ഇത് കടിച്ച് കിടന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ചെറിയ പുഴുവോ പല്ലിയോ എട്ടുകാലിയോ എന്തെങ്കിലും ദേഹത്ത് വീണാൽ തന്നെ അലറി വിളിച്ച് കരഞ്ഞ് ഓടി നമ്മളതിന് തട്ടി മാറ്റുന്നതാണല്ലേ. ഇതിപ്പോൾ നമ്മുടെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗങ്ങൾ നമ്മൾ സഹിക്കുന്നതല്ലേ. അങ്ങനെ 1 മണിക്കൂറോളം കിടന്നു കേട്ടോ. അങ്ങനെ കുറേ ചീത്ത ബ്ലഡൊക്കെ എടുത്തു. പിന്നെ ഒരു ദിവസം ഫുള്ളും ആ ഭാഗത്ത് കുറേ ബ്ലഡൊക്കെ പോയിരുന്നു. അപ്പോൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി നീഡിൽ വെച്ചിട്ട് നമുക്ക് ബ്ലഡ് ബാക്കിയുള്ളത് വലിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും അതും പറഞ്ഞു തന്നിട്ടുണ്ട്. അതും അതേപോലെ അങ്ങോട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വെരിക്കോസ് വെയിന് വന്നാൽ ഇങ്ങനെയൊക്കെ അട്ടതെറാപ്പി ചെയ്യുന്നത് നല്ലതാണെന്ന് പലരും പറഞ്ഞിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ കുപ്പിയിൽ കുറേ അട്ടകളൊക്കെ ഉള്ളത്. ഇതൊന്നും ഇല്ലാട്ടോ, ഒരുപാട് അട്ടകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണമാണ് നമ്മുടെ കാലിൽ നിന്ന് രക്തമൊക്കെ കുടിച്ച് വലിച്ചങ്ങോട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ വെരിക്കോസ് വെയിനെ കുറിച്ച് ആർക്കെങ്കിലും ഇതിൽ കൂടുതലൊക്കെ അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് മാറില്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞിട്ട് അറിവ്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചപ്പോഴും ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത്. വെരിക്കോസ് വന്നാൽ മാറുമൊന്നുമില്ല. പിന്നെ വരാതിരിക്കാൻ ഇനി കൂടുതൽ ഭാഗത്തേക്ക് സ്പ്രെഡാകാതിരിക്കാൻ വേണ്ടി കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഭക്ഷണ രീതിയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തണം. പാലുൽപ്പന്നങ്ങളും മൈദ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അധികം കഴിക്കാനേ പാടില്ല. പിന്നെ ഉപ്പൊക്കെ വളരെ നേരിയ കുറച്ചേ പറ്റുള്ളൂ. പിന്നെ പപ്പടം, അച്ചാർ അതൊക്കെ ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡുകൾ അങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെ വഴുതിന, വെണ്ടയ്ക്ക ഇതൊന്നും നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ വൻപയർ, ചെറുപയർ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.